നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇല്ലേ, കുടുംബശ്രീ. എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിച്ചിട്ട് വേണം പോവാൻ. പ്രസ്താവന രീതിയിൽ അല്ലാതെ ഒബ്ജക്റ്റീവ് ടൈപ്പിലെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. PSC എല്ലാ പരീക്ഷകൾക്കും കുടുംബശ്രീ എന്നൊരു ചോദ്യം ചോദിക്കാറും ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാവേ. ക്ലാസ്സിലോട്ട് പോയാലോ? അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിലേ നിങ്ങളുടെ സ്നേഹം ഒന്ന് കാണിച്ചിട്ട് പോണേ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കേ, കയറി ജോയിൻ ചെയ്താൽ മതിയേ. തുടങ്ങാം. കുടുംബശ്രീ. കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? കുടുംബത്തിന്റെ ശ്രീ, കുടുംബത്തിന്റെ ഐശ്വര്യം, പ്രോസ്പെരിറ്റി ഓഫ് ഫാമിലി. സ്ത്രീകളാണ് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ കുടുംബശ്രീ എന്ന പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് 1998 മെയ് മാസം 17-ാം തീയതി ആരംഭിച്ച പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് 1998 മെയ് മാസം 17-നാണ് ആരംഭിച്ചത്. അപ്പോ ഉദ്ഘാടനം കഴിഞ്ഞതാണ് 1998 മെയ് മാസം 17. പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ മാസം 1-നാണ്. പക്ഷെ ഇതിനൊക്കെ മുന്നേ പരീക്ഷണാടിസ്ഥാനത്തില് ആലപ്പുഴ ജില്ലയില് 1994 ഈ പദ്ധതി നടപ്പിലാക്കിയായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തില്. അപ്പൊ 3 വർഷങ്ങൾ പറഞ്ഞേ. ആദ്യത്തേത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് 1998 മെയ് മാസം 17-നാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ മാസം 1-ന്. ഇതിനൊക്കെ മുന്നേ പരീക്ഷണാടിസ്ഥാനത്തിൽ 1994 ആലപ്പുഴ ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയായിരുന്നു. അപ്പൊ 1998 മെയ് മാസം 17-ന് ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എവിടെ വെച്ച ഉദ്ഘാടനം ചെയ്തേ? മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിൽ 1998 മെയ് മാസം 17-ന് ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത വർഷം 1998. അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാരണം 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 97 മുതൽ 2002 വരെയല്ലേ. അപ്പോൾ 9-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 9-ാം പഞ്ചവത്സര പദ്ധതി, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇന്ത്യയിലെ പ്രസിഡന്റ് KR നാരായണനായിരുന്നു. പിന്നെ ഈ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EK നായനാർ. അപ്പോ ഉദ്ഘാടനം ചെയ്തത് മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി. ആ സമയത്തെ പ്രസിഡന്റ് ആയിരുന്നു KR നാരായണൻ. ആ സമയത്തെ കേരള ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? EK നായനാരായിരുന്നു. പിന്നെ കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ ആരാണ്? ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് കുടുംബശ്രീ എന്ന പദ്ധതി പ്രവർത്തിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീ. അതുകൊണ്ട് തന്നെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അപ്പൊ ഈ പദ്ധതി നിലവിൽ വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ആരായിരുന്നു? പാലൊളി മുഹമ്മദ് കുട്ടിയായിരുന്നു. പാലൊളി മുഹമ്മദ് കുട്ടി. നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ MB രാജേഷ് ആണ്. ശ്രീ MB രാജേഷ്. അപ്പൊ പറഞ്ഞ പോയിന്റ് 94 ആലപ്പുഴ ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നിലവിൽ വന്നത്. 98 മെയ് മാസം 17-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവർത്തനം ആരംഭിച്ചത് 99 ഏപ്രിൽ 1-നാണ്. 9-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. 9-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 97 മുതൽ 2002 വരെ. ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി. ഈ കാലയളവില് KR നാരായണനായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്. കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രി EK നായനാരായിരുന്നു. ഇനി കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താ? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ് കുടുംബശ്രീയുടെ ആപ്തവാക്യം.
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ സംഘടിത കൂട്ടായ്മയാണ് കുടുംബശ്രീ. SPEM എന്ന പേരിൽ തന്നെയാണ് കുടുംബശ്രീയും ഇപ്പോൾ അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന്റെ കീഴിലാണ് കുടുംബശ്രീ വരുന്നത്. സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. ഇനി കുടുംബശ്രീ എന്ന് പറയുന്നത് ത്രിതല സംവിധാനമാണ്. അതായത് 3 തലത്തിലാണ് കുടുംബശ്രീ വരുന്നത്. അപ്പൊ ആദ്യത്തെ ബേസ് ലെവൽ എന്ന് പറയുന്നത് NHG ആണ്. NHG എന്നാൽ എന്താണ്? നെയ്ബർഹുഡ് ഗ്രൂപ്പ്. നെയ്ബർഹുഡ് ഗ്രൂപ്പ് എന്നാൽ അയൽക്കൂട്ടം. അപ്പോൾ കുടുംബശ്രീയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം ത്രിതല ഘടകമാണെന്ന് പറഞ്ഞു, ത്രിതല ഘടനയാണെന്ന് പറഞ്ഞു. അതിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് NHG ആണ്, നെയ്ബർഹുഡ് ഗ്രൂപ്പ്, അയൽക്കൂട്ടം. അപ്പൊ ഈ അയൽക്കൂട്ടത്തിൽ അംഗമാകാവുന്നത് എത്ര വയസ്സിന് മേലോട്ടുള്ള ആൾക്കാണ്? 18 വയസ്സിന് മേലോട്ടുള്ള, 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വനിതയ്ക്കും അയൽക്കൂട്ടത്തിൽ അംഗമാകാം. അതൊരു ചോദ്യമാണ്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വനിതയ്ക്കും, 18 വയസ്സ് പ്രായമാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ്, ഏജ് എന്ന് പറയുന്നത്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വനിതയ്ക്കും അയൽക്കൂട്ടത്തിൽ അംഗമാകാം. അയൽക്കൂട്ടം കഴിഞ്ഞു വരുന്നത് ADS ആണ്. ADS എന്നാൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള ഒരു കൂട്ടായ്മ, വാർഡ് തലത്തിലുള്ള കൂട്ടായ്മയാണ് എന്ത് പറയുന്നത്? ADS എന്ന് പറയുന്നത്. CDS എന്നാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് കുടുംബശ്രീയുടെ ഉയർന്ന തലം. കുടുംബശ്രീയുടെ ഉയർന്ന തലം, ഉയർന്ന ഘടന എന്നൊക്കെ പറയുന്നത് CDS ആണ്. പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് ഏതാണ്? CDS ആണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇനി കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞിട്ട് പദ്ധതികളിലേക്ക് പോവാം. ഇനി കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. 1998 മെയ് മാസം 17 കുടുംബശ്രീയുടെ ഉദ്ഘാടനം നടന്നത്. അപ്പൊ 2023 മെയ് 17 ആകുമ്പോഴത്തേക്കും 25 വർഷം ആവത്തില്ലേ? അപ്പൊ ഈ വർഷം രജത ജൂബിലിയാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലിയാണ് 2023 മെയ് മാസം 17. അപ്പൊ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ടങ്ങളുടെ സംഗമമാണ് ചുവട് 2023. ചുവട് 2023 എന്നത് അയൽക്കൂട്ട സംഗമമാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമമാണ് ചുവട് 2023. അടുത്തത് ചലനം 2023 ആണ്. ഇത് നഗരങ്ങളിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് CDS ഉപസമിതി കൺവീനർമാർക്കുള്ള പരിശീലന പദ്ധതിയാണ്. ഏത്? ചലനം 2023. നഗരങ്ങളിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ വേണ്ടി CDS ഉപസമിതി കൺവീനർമാർക്ക് പരിശീലനം നൽകുന്ന പരിപാടിയാണ് ചലനം 2023. ഈ രജത ജൂബിലി 2023 മെയ് മാസം 17 ആഘോഷിക്കുന്നത് രജത ജൂബിലി. അപ്പോ ഈ രജത ജൂബിലിയുടെ ഭാഗമായിട്ട് മെയ് 17 ഇനി തൊട്ടുള്ള എല്ലാ വർഷങ്ങളും മെയ് 17 കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കും എന്ന് കേരള സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാ വർഷവും മെയ് 17 ആയിരിക്കും കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തിടെ ഓൺലൈൻ വിൽപ്പന രംഗത്ത് പുതിയ വിൽപ്പന തന്ത്രങ്ങളൊക്കെ, പുതിയ വിപണന തന്ത്രങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് കേന്ദ്ര കൊമേഴ്സ് ശൃംഖലയിൽ ഭാഗമാകുന്നത് കുടുംബശ്രീയാണ്. അപ്പൊ അടുത്തിടെ ഓൺലൈൻ വിൽപ്പന രംഗത്ത് പുതിയ വിപണന തന്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് കേന്ദ്ര കൊമേഴ്സ് ശൃംഖലയുടെ ഭാഗമാകുന്നത് കുടുംബശ്രീയാണ്. ഇനി സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയ്ക്കും അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിനും സമഗ്ര സംഭാവനകൾ നൽകിയത് പരിഗണിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 6th ഏഷ്യാനെറ്റ് ന്യൂസ് TNG പുരസ്കാരം അടുത്തിടെ ലഭിച്ചതും കുടുംബശ്രീക്കാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിനും അതുപോലെ സ്ത്രീകളുടെ സ്വയം പര്യാപ്തത പരിപോഷിപ്പിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 6th ഏഷ്യാനെറ്റ് ന്യൂസ് TNG പുരസ്കാരത്തിന് അർഹമായത് കുടുംബശ്രീ എന്ന പദ്ധതിയാണ്. പുരസ്കാര തുക 2 ലക്ഷം രൂപയും പിന്നെ ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2 ലക്ഷം രൂപയും അതുപോലെ ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്തത് ഹമാരി ഭായ് ഓർ ബഹൻ. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഹമാരി ഭായ് ഓർ ബഹൻ എന്ന പദ്ധതിക്ക് കുടുംബശ്രീ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുടുംബശ്രീയുടെ ഈ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്?
പാലക്കാട് ജില്ല. കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഹമാരി ഭായ് ഓർ ബഹൻ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. ആക്ട് കുട്ടമ്പുഴ കാപ്പി. ആദിവാസി വികസന പദ്ധതിയുടെ കീഴിലുള്ള കുടുംബശ്രീ നേതൃത്വം നൽകുന്ന പുതുതായിട്ട് പുറത്തിറങ്ങുന്ന ബ്രാൻഡാണ് ഏത്? കുട്ടമ്പുഴ കാപ്പി എന്ന ബ്രാൻഡ്. കുട്ടമ്പുഴ കാപ്പി. അപ്പൊ ആദിവാസി വികസന പദ്ധതിയുടെ കീഴിലുള്ള കുടുംബശ്രീ നേതൃത്വം നൽകുന്ന അടുത്തിടെ ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന ബ്രാൻഡാണ് കുട്ടമ്പുഴ കാപ്പി. ഇതൊക്കെ കറന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇനിയുണ്ട് നോക്കാം. ആയിട്ടുള്ള പദ്ധതികളാണ്. പേൾ എന്ന പദ്ധതി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സാമ്പത്തിക സുരക്ഷാ പദ്ധതിയാണ് പേൾ. നീരറിവ് എന്നാൽ പ്രദേശങ്ങളിലെ കിണറുകളിലെയും മറ്റ് നീരുറവകളിലെയും ഭൂജല ഘടനകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. അതായത് ഭൂഗർഭ ജലഘടന, വെള്ളമൊക്കെ അവിടെ ഉണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടേ കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത് നീരറിവ്. ഇനി ആടുഗ്രാമം എന്നാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ആടു വളർത്തൽ പദ്ധതിയാണ് ആടുഗ്രാമം. ആ പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. ആടുഗ്രാമം എന്നാൽ ആടു വളർത്തൽ പദ്ധതി. ക്ഷീരം, പാല്, പശു വളർത്തൽ പദ്ധതിയാണ് ക്ഷീരസാഗരം. ഇനി നാനോ മാർക്കറ്റ് എന്നാൽ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളില്ലേ അതെല്ലാം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് നാനോ മാർക്കറ്റ്. അപ്പൊ പൊതുജനങ്ങൾക്ക് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് നാനോ മാർക്കറ്റ്. ഇനി നൈ ചേതന എന്ന പദ്ധതി എന്തുവാണ്? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു പദ്ധതിയാണ് നൈ ചേതന. അതിൽ കേരളത്തില് നേതൃത്വം നൽകുന്നത് കുടുംബശ്രീയാണ്. അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ സംഘടിപ്പിച്ച ഒരു പദ്ധതിയാണ് നൈ ചേതന എന്ന് പറയുന്നത്. അത് കേരളത്തിൽ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? കുടുംബശ്രീയാണ് നേതൃത്വം നൽകുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് സ്ത്രീ ശക്തി എന്നത് കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി. ഇനി ഞങ്ങൾ പറയാം എന്നത് ദൂരദർശൻ കണ്ടക്ട് ചെയ്ത ഒരു റിയാലിറ്റി ഷോ ആണ്. മികച്ച കുടുംബശ്രീയെ കണ്ടെത്തുന്നതിന് വേണ്ടി ദൂരദർശൻ കണ്ടക്ട് ചെയ്ത റിയാലിറ്റി ഷോയാണ് ഇനി ഞങ്ങൾ പറയാം എന്നത്. രംഗശ്രീ എന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ സാംസ്കാരിക വിഭാഗമാണ് രംഗശ്രീ എന്നത്. കുടുംബശ്രീ ട്രാവൽസ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് ആണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് ആണ് കുടുംബശ്രീ ട്രാവൽസ് എന്നത്. തെളിമ എന്നത് കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. മനസ്വിനി ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ആദ്യത്തെ അയൽക്കൂട്ടം കോട്ടയം ജില്ലയിലാണ് ആരംഭിച്ചത്. മനസ്വിനി എന്നാണ് അതിന്റെ പേര്. മനസ്വിനി. അതിജീവനം കേരളീയം മുഖ്യമന്ത്രിയുടെ ലീപ്പ് എന്നാൽ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് അതിജീവനം കേരളീയം. മുഖ്യമന്ത്രിയുടെ ലീപ് മിഷന്റെ ഭാഗമായിട്ടാണ്. ലീപ് എന്നാൽ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. ഇതൊക്കെ പദ്ധതികളാണ്, നോക്കിയിരിക്കാം. അടുത്തൊരു പദ്ധതി കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബഡ് സ്കൂൾ എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ബഡ് സ്കൂൾ എന്ന് പറയുന്നത്. 2004 വെങ്ങാനൂരാണ് ആദ്യത്തെ ബഡ് സ്കൂൾ സ്ഥാപിച്ചത്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നിട്ടാണ്. ആശ്രയ എന്ന പദ്ധതി നടപ്പിലാക്കി ആരംഭിച്ചത് 2002 അഗതികളുടെ പുനരധിവാസ പദ്ധതിയാണ് ആശ്രയ എന്നത്. സ്നേഹിത എന്നത് ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു കൈത്താങ്ങായിട്ടും പിന്നെ അവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിവിധ ഏജൻസികളെ വിവരം അറിയിക്കുക, ആ വക സഹായങ്ങൾ ചെയ്യുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത എന്ന പദ്ധതി.
തീർത്ഥം എന്നാൽ കുടുംബശ്രീയുടെ കുടിവെള്ള വിതരണ പദ്ധതിയാണ്. അതായത് ലിറ്ററിന് 1 രൂപ നിരക്കിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം എന്നത്. മീനയുടെ ലോകം എന്നത് യുണിസെഫിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. സഹായഹസ്തം എന്നത് COVID-19 ദുരിതം അനുഭവിക്കുന്നവർക്ക് വായ്പ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി. COVID-19 ദുരിതം അനുഭവിക്കുന്നവർക്ക് വായ്പ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി. ഹോം ശ്രീ എന്നത് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹോം ശ്രീ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോം ശ്രീ എന്ന പദ്ധതി പ്രകാരം ഓർഡർ ചെയ്യുന്ന സാധനങ്ങളിലെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹോം ശ്രീ എന്ന പദ്ധതി. COVID-19 ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. സാന്ത്വനം എന്നാൽ പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ രോഗങ്ങളുള്ളവർക്ക്, രോഗബാധിതരായവർക്ക് യഥാസമയം വീടുകളിലെത്തി രക്തപരിശോധനയും അതുപോലെ പ്രമേഹത്തിന് രക്തപരിശോധനയും പിന്നെ BP ചെക്കൊക്കെ ചെയ്യുന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് സാന്ത്വനം എന്ന അമൃതം പൊടി. ഇത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞു പിള്ളേരുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് അമൃതം ഫുഡ് സപ്ലിമെന്റ്. ഈ അമൃതം ഫുഡൊക്കെ എവിടുന്നാ കിട്ടുന്നത്? അങ്കണവാടി വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി കുടുംബശ്രീ ചിക്കൻ എന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ബ്രോയിലർ കോഴി വളർത്തൽ പദ്ധതിയാണ് കുടുംബശ്രീ ചിക്കൻ. ഷീ ലോഡ്ജ് എന്നാലേ ഈ നഗരങ്ങളിലൊക്കെ പല ആവശ്യത്തിനെത്തുന്ന വിദ്യാർത്ഥികളും സ്ത്രീകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവർക്ക് മിതമായിട്ടുള്ള നിരക്കില് താമസവും ഭക്ഷണവും ഒക്കെ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഷീ ലോഡ്ജ് എന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് പറയുന്നത്. ഇപ്പൊ രജത ജൂബിലിയാണ്, 25ാമത്തെ വാർഷികമാണ് 2023 മെയ് മാസം 17-ാം തീയതി. അതിന്റെ ഭാഗമായിട്ട് മെയ് 17 ഇനി തൊട്ട് എല്ലാ വർഷവും മെയ് 17 കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്തേക്കാം. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.